അങ്ങനെ നമ്മളിതാ ഉറുമ്പി ഹിൽസിലുണ്ട്. 4 ജിമ്മി ഇറങ്ങി. ഇതാ അണ്ണൻ ഇതാ പട്ടി നനയുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ടയർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഒരു മലയുടെ മുകളിലേക്കാണ്. ആ ലൊക്കേഷൻ അവിടെ ചെന്നിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരാം. ഇപ്പം നമ്മുടെ കാലത്ത് ഒരു ഫോർച്യൂണറുണ്ട്, ഒരു ജിമ്നി ഉണ്ട്, ഒരു ജീപ്പുണ്ട്, അങ്ങനെ വാഹനങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകാം. എക്സ്ട്രീം ഓഫ് റോഡേഴ്സ് ആണ്, ഹാർഡ് കോർ ആണ്. നമ്മൾ ചിന്ന ചോട്ടാ ബൈക്ക്. ഇന്നലെ നമ്മൾ കയറിയത് വാഗമൺ പുള്ളിക്കാനത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുവാണെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൺസൂൺ ഒന്ന് ആഘോഷിക്കണമെങ്കിൽ, മൺസൂണിൻ്റെ ഭംഗി കാണണമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഈസ് ഇൻ വാഗമൺ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ മൺസൂൺ എക്സ്ട്രീം ആകുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇതിനൊക്കെ വരാൻ പറ്റത്തുള്ളൂ. അന്നത്തെ കാര്യം ഇവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. വരുന്ന വഴികളൊക്കെ ബ്ലോക്ക് ആയിരിക്കും, വെള്ളക്കെട്ടൊക്കെ ആയിരിക്കും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. അപ്പോൾ മൺസൂണിൻ്റെ ആദ്യ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നമ്മൾ മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഈ ഇയർ മിസ്സാവും. എനിവേ എന്തായാലും അവിടുത്തെ ഓഫ് റോഡിങ് കണ്ടിട്ട് വരാം. അപ്പം ഞങ്ങൾ നിലവിലുണ്ടായിരുന്നത് എറണാകുളത്ത് നിന്ന് നേരെ വന്നത് ആക്ച്വലി വാഗമണിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മളിപ്പം ഏലപ്പാറ ടൗൺ എത്തി. വാഗമണിൽ നിന്ന് നമ്മൾ കുട്ടിക്കാനത്തിലേക്കാണ് പോകുന്നത്. കുട്ടിക്കാനത്ത് ചെന്നതിന് ശേഷമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഓഫ് റോഡേഴ്സിനെ അത് കറക്റ്റ് അറിയത്തുള്ളൂ, അവർക്കേ അറിയത്തുള്ളൂ, കൂടെയുള്ള വാഹനങ്ങൾക്ക് അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അവരെ ഫോളോ ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ കുറേ വിഷ്വൽസ് കാണാം, വണ്ടിയുടെ പെർഫോമൻസ് കാണാം. ജിമ്നി ഉണ്ട്, ജീപ്പുണ്ട്, ഫോർച്യൂണുണ്ട്, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അവിടെ ചെന്നതിന് ശേഷം നമുക്കത് കണ്ടിട്ട് നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കാണാം. ആക്ച്വലി നമ്മുടെ വണ്ടിയെ അധികം പ്രതീക്ഷ ആരും വെക്കണ്ട. നമ്മുടെ വണ്ടി സ്റ്റോക്ക് ടയറാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോക്ക് ടയറിലാണ് നമ്മൾ വണ്ടി ഓടുന്നത്. അതുപോലെ ലിഫ്റ്റ് ഒന്നുമില്ലാതെ തനി പച്ചയായിട്ടാണ് നമ്മുടെ വണ്ടി മല കയറാൻ പോകുന്നത്. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആഷ്ലി ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയാണ്. യോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഓഫ് റോഡിങ് ഇച്ചിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് അതിന് പറ്റിയ സ്ഥലങ്ങളിവിടെ വേറെ ഉണ്ട്. നമ്മുടെ വണ്ടികൾ ഇനിയും വരാനുണ്ട്. വണ്ടി അതാണ് റോഡ്, അവിടെ നിന്ന് വരണം. ആ വണ്ടികൾ വെയിറ്റ് ചെയ്ത് നമുക്ക് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജിമ്നി വന്നു. അടുത്ത ആനന്ദ് ബ്രോയുടെ ഫോർച്യൂണറാണ്. അങ്ങനെ അതും എത്തി. നമ്മളിവിടുന്ന് കയറുകയാണ്. ഫോർച്യൂണർ രക്ഷയില്ല. ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ടയർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അജ്മൽ ഖാനാണ്. അജ്മൽ ഖാൻ വേറുള്ള വൈബേഴ്സാണ്, പ്രോ ഡ്രൈവേഴ്സാണ്. മോനെ അയൺമാൻ കിടക്കുന്നു. അത് കാല് പോലെ ഇരിക്കുന്നത് ചേർത്ത് വെക്കുകയും ചെയ്യില്ല. തെന്നിപ്പോ അതിന്റെ ബാഡിക്കേ കയറും. പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല തണുപ്പ്, നല്ല മഴ, നല്ല മഞ്ഞ് എല്ലാം ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓഫ് റോഡിൻ്റെ ഒരു ശതമാനം പോലും ആയിട്ടില്ല. ഇയാൾ എന്നാണ് കാണിക്കുന്നത്? ഒരു ആ പുള്ളി എൻ്റെ പൊന്നി ചേട്ടാ വണ്ടിയൊന്നും പോകത്തില്ല, ഇരിക്കും. മലമണ്ടയ്ക്ക് കയറുന്ന വഴി ഇത് നോക്ക്. ഇത് ഉരുള് പൊട്ടി കിടക്കണം. ഇപ്പൊ ശരിയായ അവിടെ ഇല്ലല്ലോ, റോഡില്ലല്ലോ. അവിടെ റോഡില്ല, കല്ല് മാത്രമേ കല്ല് ഉരുള് പൊട്ടിയ കിടക്കുക. അതിശക്തമായ കോടയെ അതിജീവിക്കുക നമ്മൾ മുമ്പോട്ട്. റോഡ് പണി നടക്കുന്നുണ്ട്. അടിമോയ ജീപ്പ്. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. ഓൺ ദ വേ ആണ്. കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുവരെ പരിചയപ്പെടാം. ഇതാ അണ്ണൻ ഇതാ പട്ടി നനയുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴയത്ത്. തീരുമാനമാണ്.
വാങ്ങല ഇതിൽ വന്നവർക്കറിയാം സാധാരണ ഇവിടെ വെള്ളം പൊങ്ങി ഇങ്ങനെ കിടക്കാറുള്ളതല്ല. പക്ഷേ നമ്മുടെ വണ്ടികളെല്ലാം കൂടെ റിവർ ക്രോസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം. എന്താ വരുന്നുണ്ട് വന്നിട്ടാറുക മറ്റേ എയർഫുൾ ആദ്യത്തെ വണ്ടി വെള്ളം വൈബ് ലോബ്സ്റ്റർ പോവുകയാണ്. എവിടെ ഒരു നെയ്യും ഇല്ല. ഇല്ല കഴിച്ചു. നല്ല ആൽക്കഹോളിക് വെതറാണ്. പക്ഷേ ആൽക്കഹോൾ ഇല്ലാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധിക്കത്തില്ല. 2 ഇഞ്ച് ലിഫ്റ്റ്, 235 ടയർ, അത്യാവശ്യം നല്ല പണിയെടുത്തേക്കുന്ന വണ്ടിയാണ്. വിഷയം നമ്മുടെ വണ്ടി അടക്കം മൊത്തം 4 ജിംനി ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇനിയും വണ്ടി വന്നാലുള്ളൂ നമുക്ക് റിവർ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കാര്യമായ സീനൊന്നുമില്ല. നമ്മളും വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി വെള്ളം വൈബ് പിടിച്ച് അങ്ങ് പോവുകയാണ്. ഉറുമ്പിക്കരയാണ് ലക്ഷ്യം. പോട്ടെ തീരദേശം നൈസ് മെമ്പറാണ് നമ്മളെ അവിടെ ശരി നല്ല കയറണം വണ്ടി. മല ഇറങ്ങി നമ്മൾ പോവുകയാണ്. ഉറുമ്പിക്കരയിലേക്കാണ് പോകുന്നത്. ഉറുമ്പിക്കര ടോപ്പാണ്. പക്ഷേ ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഇവിടെ എന്തോ വെള്ളമൊക്കെ ഒഴുകുന്ന ശബ്ദം കേൾക്കാം. നല്ല കാട്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി വി റീച്ച് ഹിയർ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളു വിട്ടോ ഇതിനെപ്പറ്റി മുമ്പ് വന്നിട്ടുള്ളതല്ലാതെ നോക്കിയേ അവിടെ ലുക്ക് നോക്കി എന്താ സംഭവം, ഇതാ രസം. ഒബ്സ്റ്റക്കിൾസ് ഒരുപാടുണ്ട്, ബട്ട് വി ഡോണ്ട് കെയർ എനിത്തിങ് അബൌട്ട് ഇറ്റ്. വി ആർ ഗോയിങ് ഓവർ ഓൺലി. എടുക്കാം
ജീപ്പ് വേണം. റേഞ്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ ബഹളങ്ങൾ കാണുന്നുമുണ്ട്. വാ 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 വാ, ആ കല്ലേ കയറ്റണേ, ആ കല്ലേ കയറ്റാ. പോകണ്ട വേണ്ട, ഞാൻ വരുമോ. കയറിക്കോ. ബ്രേക്ക് സ്ലിപ്പ് ലിമിറ്റഡ് ഡിഫറൻഷ്യൽ അല്ലേ, BSLD. അതിൻ്റെ പ്രകടനം നടക്കുന്നത്. ഈ സോളിഡ് ആക്സിൽ സസ്പെൻഷനുള്ള വാഹനത്തിലേക്ക് BLD ബ്രേക്ക് ലിമിറ്റഡ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ലോക്കും കൂടി വരുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക് ഡിഫറൻഷ്യൽ ലോക്കാണ് അത്. സ്പിൻ ചെയ്യുന്ന ടയറിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ട്രാക്ഷനുള്ള ടയറിലേക്ക് കൂടുതൽ പവറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ വണ്ടി കുടുങ്ങത്തില്ല. അതാണ് ജിംനി എപ്പോഴും വ്യത്യസ്തമാകുന്ന ഒരു ഫീച്ചർ. ഇവിടെ പിടിച്ചാലോ. വേണ്ട നിക്ക് ഫ്രണ്ടിൽ ബ്രോ മാറി മാറി. തിരിച്ചങ്ങനെ കേറില്ലേ അടികൂടെ കയറിപ്പോ. അങ്ങനെ നമ്മൾ ഉറുമ്പി ഹിൽസിലുണ്ട്. ഉറുമ്പി ഹിൽസിൻ്റെ എക്സ്ട്രീം പീക്കിലാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ റെഡ് നമ്മുടെ ജിമ്മിയുണ്ട്, ഫോർച്യൂണറുണ്ട്, ജിമ്മി ഈ ഒരു ജിമ്മി കൂടി വരാം. ഒരു ബൈക്ക് മച്ചാൻ വന്നിട്ടുണ്ട് കേട്ടോ. എവിടുന്നാ ഇന്ന് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയില്ല. ഇവിടെ സേവ് ദ ഡേറ്റ് ഉണ്ടോ? കഴിഞ്ഞ ഓക്കെ. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് hill descent. Actually we are inspecting the land, the terrain. ആക്ച്വലി ഉറുമ്പിക്കരയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് സ്പോട്ടാണ് നമ്മളീ കാണുന്നത്. ഇവിടുന്ന് വണ്ടി ഫ്ലിപ്പാവോ മറിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല വണ്ടി. അതുകൊണ്ട് നോക്കി ഇറക്കണം. ഈ ഒരു ഫോർച്യൂണുണ്ട്. ഈ ഫോർച്യൂണിൻ്റെ പ്രത്യേകത ഇത് ഓൾറെഡി ലിഫ്റ്റഡ് ആണ്, അതുപോലെ തന്നെ ടയർ അപ്ഗ്രേഡാണ്. ഇതിന് ശേഷമാണ് നമ്മുടെ ഊഴം, നമ്മുടെ ജിംനിയുടെ ഊഴം. അപ്പോൾ ജിംനിയുടെ ഊഴത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജിംനി സ്റ്റോക്ക് കണ്ടീഷനാണ്. എങ്ങനെ ഇറങ്ങും നോക്കാം, വെയിറ്റ് ആൻഡ് സീ. ഫോർച്യൂണർ ഒന്ന് ഇറങ്ങിപ്പോട്ടെ. ഇവിടെയൊക്കെ ഒരു ടയർ താഴ്ന്നു പോകുന്നത്ര വലിയ കുഴിയാണ്. ആ കല്ലിൻ്റെ കട്ടിങ്ങൊക്കെ ഉണ്ടല്ലേ, ടയർ താഴ്ന്നു തന്നെ പോകും, അത്ര വലിയ കട്ടിങ്ങാണ്. എന്നാലും അത് സർവൈവ് ചെയ്ത് വരും കേട്ടോ.
പാസ് പാസ്. അങ്ങനെ അടുത്ത ഊഴും നമ്മുടെയാണ്, ജിംനിയുടെയാണ്. അപ്പോൾ ജിംനി ഇറങ്ങി വരാനായിട്ട് എൻ്റെ കൂടെ ആ ജിംനി ഓണേഴ്സിന് കുറേ പേടിയുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഒന്ന് പാനിക്കായി ഈ ഡിക്ലൈൻ കണ്ടപ്പോഴേ. അതുമാത്രമല്ല ജിംനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ജിംനി ഫ്ലിപ്പായി പോകുന്നൊരവസ്ഥ കണ്ടില്ല. കാരണം ജിംനിയിലെ റിജിഡ് ആക്സിൽ അല്ലെ സോളിഡ് ആക്സിൽ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്, ഫ്രണ്ടിൽ റിയറിൽ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോളിഡ് ആക്സിൽ ആർട്ടിക്കുലേഷൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടയർ ഏറിപ്പോയാലും മറ്റേ ടയർ ട്രാക്ഷനിൽ തന്നെ ഉണ്ടാവും. പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ വണ്ടിയെ ഒരുമാതിരിപ്പെട്ട ചെരുവുകളിലെല്ലാം പിടിച്ചു നിൽക്കും എന്നുള്ള കാര്യം 100% നമുക്കറിയാം. ഇതായിരിക്കും സേഫ് ഇവിടെ. ഇതായിരിക്കും സേഫ്, ഇവിടെ നന്നായിട്ട് കുത്തും. ഇതായിരിക്കും സേഫ്. ഇതിനിടയിൽ കൂടെ വണ്ടി പൊക്കോളും. ഈ കല്ല കയറി ഇതേ കയറിക്കോളെ. ഫ്രണ്ട് വാ ഫ്രണ്ടൊക്കെ വാ. ഈ കല്ല് പാസായി ഒന്നുമില്ല, കല്ല ഒന്നും പേടിക്കാന്നില്ല. കാല് കല്ല് ഉരുളം കല്ല അത്രേ ഉള്ളൂ. അപ്ഗ്രേഡ് ചെയ്തേക്കുന്ന, അതായത് വലിയ അപ്സൈസ് ടയർ ഇട്ടേക്കുന്ന ആളുകൾക്ക് പൊതുവെയുള്ള ജിംനി ഓണേഴ്സിന് പൊതുവെയുള്ള ഡൗട്ടാണ് ഈ സ്റ്റോക്ക് ടയേഴ്സ് സർവൈവ് ചെയ്യുമോ എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിപ്പം കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഉറുമ്പിക്കര അല്ലെങ്കിൽ ഉളുപ്പുണിയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. അവിടെ എല്ലാം നമ്മൾ ഈ HL എന്ന് എഴുതിയിരിക്കുന്ന ജിംനിയുടെ സ്റ്റോക്ക് ടയേഴ്സ് ഇട്ടിട്ട്, ഇതൊരു 80 ടയർ ആണെന്ന് കമ്പനി അവകാശവാദം പറയുന്നുണ്ടെന്ന് ഞാനവിടെ വായിച്ചറിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി തരണം. അതൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ടയർ ഇട്ടിട്ട് നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല. നമ്മൾ ഒരുമാതിരിപ്പെട്ട ഓഫ് റോഡ് ട്രെയിലെല്ലാം പോയിട്ടുണ്ട്. വണ്ടി ഇതുവരെ നമ്മളെ ചതിച്ചിട്ടില്ല. വണ്ടി ഈസി ആയിട്ട് നമ്മളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് പിടിച്ചോ. ഇവിടെ ഈ ടയർ ഇവിടെ വരട്ടെ, ആ ടയർ ഇവിടെ വരട്ടെ. വന്നോ ഇങ്ങോട്ട് പോ. അത് അടിച്ചു കുത്തിയ അത് മറ്റേ ചോല. അത്ര ഉള്ളൂ. അത്ര ഇൻക്ലൈൻ ഈ വണ്ടി, അത്രയും രീതിയിൽ കിടന്നിട്ട് വണ്ടി അവിടെ മറിഞ്ഞില്ല. നമ്മളൊരു സ്റ്റീപ്പ് ഡിക്ലൈൻ ആയിരുന്നു. അത് നമ്മുടെ 1, 2, 3, 4 ഫോർച്യൂൺ ഇറങ്ങി നമ്മുടെ കാറുണ്ട്. അല്ലല്ല, ലാസ്റ്റ് 1, 2, 3, 4 നമ്മുടെ 4 ജിംനിയും ഫോർച്യൂണറും വണ്ടി സ്റ്റീപ്പ് ഡിക്ലൈൻ നമ്മൾ സർവൈവ് ചെയ്യും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ഡൗൺ. ഓക്കെ, ഫൈനലി മല ഇറങ്ങി നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇതിനുശേഷം മറ്റൊരു ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് പോയി. കാരണം അത്ര ടയേർഡായി, വണ്ടി ഇരുന്ന് ഷെയ്ക്കായി ആടി ഒലഞ്ഞ് മടുത്തെല്ലാവരും. അപ്പം മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് കാണാം. എന്തായാലും ഇതൊരു കോമ്പറ്റീഷൻ അല്ല, ഒരു ഫൺ ഡ്രൈവ് മാത്രമാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പും നെറ്റ്വർക്ക് വളർത്താനും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു റൈഡ് മാത്രം. ഒരു വണ്ടിയെയും നമ്മൾ കുറച്ച് കാണുന്നില്ല, എല്ലാ വണ്ടിക്കും വാല്യൂ ഉള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ.